ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് 2-3 ലഞ്ച് റെസിപ്പീസും ഡിന്നർ റെസിപ്പിയും ചെറിയ വിശേഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ലഞ്ച് ടൈം ആയപ്പോൾ കിച്ചണിലേക്ക് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കുക്കറിലാണ് വെക്കാറ്. ഇന്ന് കുത്തരിയാണ് കേട്ടോ വെക്കുന്നത്. കുത്തരി ജയാരി മാറി മാറി വെക്കും. ഇപ്പം ഇന്ന് കുത്തരി ആണെങ്കിൽ നാളെ ജയ റൈസ്, അങ്ങനെ മാറി മാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫിഷ്, പല വക ഫിഷ് ഒക്കെ മീൻ പിടിക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ കുറച്ച് ഫിഷ് ഫ്രീസറിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇനി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായി, അത് ഇപ്പോൾ 1 വീക്കോളമായി. അപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ പൊട്ടിച്ചതിന് ശേഷം സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ നന്നായി വഴറ്റി അരച്ച് വെച്ച തേങ്ങയും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളി ഇട്ടതിന് ശേഷം നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫിഷ് ഓരോന്നും പല പല ടൈപ്പുകളാണ്. അപ്പോൾ കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ മസാല തേച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ റൈസായി. അപ്പോൾ റൈസ് ഞാൻ വടിച്ചു വെക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ കുക്കറിൽ റൈസ് വെക്കലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ചെയ്ത് തന്നെ നമ്മളത് പഠിച്ചു. മക്കൾ രണ്ടാളും സ്കൂളിൽ പോയേക്കുവാണ്. അപ്പോൾ ആസിമ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. അപ്പോൾ ഒരു പ്രാവ് പുറത്ത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ തക്കാളി മോര് കാച്ചിയതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകുമ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു വലിയ തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നല്ലോണം ഉടച്ച് വേവിച്ചെടുക്കുക. ശേഷം അതിലേക്ക് തൈര് വെള്ളമൊഴിച്ച് നല്ലോണം മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒട്ടും തിളക്കരുത്. മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായ ഉടനെ ഓഫ് ചെയ്യുക. കാരണം മൺചട്ടിയിൽ നല്ല ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ വേഗം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആസിമിന് ഫിഷ് ഫ്രൈക്ക് കുറച്ച് എരിവ് കൂടിപ്പോയി. അപ്പോൾ ആൾക്ക് ഞാൻ മുട്ട പൊരിച്ചിട്ട് അതാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കണേ. അത് കഴിഞ്ഞ് മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസിമിൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ത് കിട്ടിയാലും ബാൽക്കണിയിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇടലാണ് കേട്ടോ. അപ്പോൾ ഹാറൂൻ അവിടെ വന്ന് നിൽക്കണ കണ്ടപ്പോൾ ആൾ പോകാതെ അവിടെ പേടിച്ചിങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ആ പാത്രം താഴേക്ക് പോയേനെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ പണി. ആൾ താഴേക്കിടും, ഞങ്ങൾ താഴെ പോയി അതെടുക്കും. അതാണ് ഇപ്പോഴത്തെ സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് ഈവനിങ് മഗ്‌രിബൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മക്കൾ കരാട്ടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പാണ് കേട്ടോ, കൂടാതെ തണുപ്പുമല്ലേ. അപ്പോൾ രാവിലെ ഒരു ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പുട്ടിൻ്റെ പൊടിയാണെന്ന് വിചാരിച്ച് റവ എടുത്ത് പുട്ടിൻ്റെ പൊടി വാട്ടുന്ന പോലെ വാട്ടിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം നല്ല കുഴഞ്ഞിരിക്കണം. അപ്പോൾ എന്താണെന്ന് ആദ്യം ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സംഭവം റവയായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയും റവയും ഏകദേശം ഒരു സാമ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അബദ്ധം പറ്റിയിട്ട് ഞാനത് അങ്ങനെ തന്നെ ബോക്സിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് ഒരു ഇൻസ്റ്റൻറ്റ് റവ ദോശ കണ്ടത് കേട്ടോ. അതിന് നല്ലൊരു കട്ട ചമ്മന്തിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ഞാൻ അളന്നെടുത്തപ്പോൾ ഇത് കുതിർന്ന റവയായിരുന്നു, അതുകൊണ്ട് തന്നെ 2 കപ്പ് റവ ഉണ്ടായിരുന്നു. അതിന് 1/2 കപ്പ് തേങ്ങയും 1 സവാളയും 1/2 കപ്പ് കേടുമാണ് എടുത്തത് കേട്ടോ. അത് നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ദോശ പോലെ ഒരുപാട് പരത്തൊന്നും വേണ്ട, നല്ല പാൻ കേക്ക് പോലെ ആക്കിയെടുക്കുക. അതിന് നല്ലൊരു കട്ട ചമ്മന്തിയും അതിൻ്റെ കോമ്പിനേഷൻ യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയ ആൾക്കാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടമായത്. ആൾക്ക് അല്ലെങ്കിലും ഒരു നോർമൽ ദോശയാണെങ്കിലും കുറച്ച് കട്ടിയിൽ ചുട്ടു കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവർക്ക് കഴിക്കാനും നല്ല ക്രിസ്പി ആയിട്ടുള്ളതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ആളും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കഴിച്ചു. മക്കളപ്പുറത്തിരുന്നും കഴിക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, മഗ്‌രിബ് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 കപ്പ് റവയിൽ നമുക്കൊരു 10-12 അപ്പത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റാണ്, പക്ഷേ ഞങ്ങളത് ഡിന്നറായിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ പിന്നെയും കാണാം. ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.